കേരളത്തിന്റെ മണ്ണിൽ ഐത്തവും ജാതി വിവേചനവും കൊടികുത്തി വാണിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിലാണ് മനുഷ്യ സ്നേഹത്തിന്റെ അത്ഭുതകരമായ ഒരു ചരിത്രം തൃത്താലയിൽ ജനിക്കുന്നത്. ഒരേ വയറ്റിൽ പിറന്ന 12 മക്കൾ. അവർ വളർന്നത് 12 സാഹചര്യങ്ങളിൽ, 12 ജാതികളിൽ. അതെ, പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ കഥയാണിത്. ഈ 12 പേരിൽ ഒരാൾ വേദങ്ങളിൽ അഗ്രഗണ്യനായ ബ്രാഹ്മണനായിരുന്നു, മറ്റൊരാൾ തച്ചനും, വേറൊരാൾ പറയനും, മറ്റൊരു സഹോദരൻ മുസ്ലിമുമായിരുന്നു. സ്വന്തം കൂടപ്പിറപ്പുകളെ ജാതി നോക്കാതെ നെഞ്ചോട് ചേർത്ത ആ വലിയ സഹോദരനായിരുന്നു മേഴത്തോൾ അഗ്നിഹോത്രി. ആരായിരുന്നു അദ്ദേഹം? വെറുമൊരു പൂജാരി മാത്രമായിരുന്നില്ല അഗ്നിഹോത്രി. തൃത്താലയിലെ വേമഞ്ചേരി മനയിൽ വളർന്ന അദ്ദേഹം തന്റെ തപശക്തി കൊണ്ട് സാക്ഷാൽ ഇന്ദ്രനെ പോലും വിസ്മയിപ്പിച്ച വ്യക്തിയായിരുന്നു. ഐതിഹ്യങ്ങൾ പ്രകാരം അദ്ദേഹം 99 സോമയാഗങ്ങൾ പൂർത്തിയാക്കി. 100 യാഗങ്ങൾ തികച്ചാൽ ഇന്ദ്രപദവി ലഭിക്കുമെന്നിരിക്കെ അധികാരമോഹമില്ലാതെ അദ്ദേഹം 100ാമത്തെ യാഗം വേണ്ടെന്ന് വെച്ചു. മോക്ഷമായിരുന്നു അദ്ദേഹത്തിന് വലുത്. അദ്ദേഹത്തിന്റെ ശക്തിക്ക് സാക്ഷിയായി ഇന്നും നിള ഒഴുകുന്നുണ്ട്. ഒരിക്കൽ കുളിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം തന്റെ കയ്യിലിരുന്ന കിണ്ടി മണ്ണിലേക്ക് എറിഞ്ഞുവെന്നും ആ നിമിഷം ഭാരതപ്പുഴ ഗതിമാറി വേമഞ്ചേരി മനയെ തൊട്ടുകൊണ്ട് ഒഴുകാൻ തുടങ്ങിയെന്നാണ് വിശ്വാസം. ഇന്നും അവിടെ പുഴ ഗതിമാറിയാണ് ഒഴുകുന്നത്. എന്നാൽ അഗ്നിഹോത്രിയുടെ മഹത്വം അദ്ദേഹത്തിന്റെ സിദ്ധികളിലല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലാണ്. വർഷത്തിലൊരിക്കൽ അച്ഛനായ വരരുചിയുടെ ശ്രാദ്ധ ദിനത്തിൽ ആ സഹോദരങ്ങളെല്ലാം വേമഞ്ചേരി മനയിൽ ഒത്തുചേരുമായിരുന്നു. പറയനായ പാക്കനാരും മുസ്ലിമായ ഉപ്പുകൂറ്റനും പെരുന്തച്ചനും എല്ലാം അവിടെ വരും. ഐത്തം കൽപ്പിച്ചിരുന്ന സമൂഹത്തിനു മുന്നിൽ വെച്ച് സ്വന്തം സഹോദരങ്ങളെ അദ്ദേഹം ഒരേ പന്തിയിലിരുത്തി ഊട്ടും. ഇന്നത്തെ കാലത്ത് പോലും ചിന്തിക്കാൻ പ്രയാസമുള്ള ആ സ്നേഹവും കരുതലും, അതാണ് പന്തിരുകുലം നമുക്ക് നൽകുന്ന സന്ദേശം. കേരളം കണ്ട ഏറ്റവും വലിയ നിശബ്ദ വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു മേഴത്തോൾ അഗ്നിഹോത്രി. പന്തിരുകുലത്തിലെ അടുത്ത അംഗം കൂർമ്മബുദ്ധിയുള്ള പാക്കനാർ. ആ കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കേരളത്തിന്റെ വേറിട്ട ചരിത്ര കഥകൾക്കായി എപ്പിക്രോണിക്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.